ഇടുക്കി കമ്പകാനം കൂട്ടക്കൊലപാതക കേസ് നിർണായക വഴിത്തിരിവിൽ. പ്രതികളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചതായി സൂചന. കേസിൽ അറസ്റ്റ് ഉടനുണ്ടാകും. നെടുങ്കണ്ടം സ്വദേശിയിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നും 3 പേരെ കസ്റ്റഡിയിലെടുത്തത്. ഇവരെ കൂടാതെ കൂടുതൽ പേരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. കസ്റ്റഡിയിലെടുത്ത 4 പേരെയും പോലീസ് വിട്ടയച്ചിട്ടില്ല. മുസ്ലിം ലീഗ് നേതാവ് ഷിബുവും കൊല്ലപ്പെട്ട കൃഷ്ണനുമായി സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തി. മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ രാജശേഖരനും പോലീസ് കസ്റ്റഡിയിലുണ്ട്. അതേസമയം കസ്റ്റഡിയിലുള്ളവർ പ്രതികളാണോ എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. മന്ത്രവാദ ക്രിയകളുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിന് വഴിവെച്ചത്. കൊല്ലപ്പെട്ട കൃഷ്ണന്റെ വീട്ടിൽ നിന്നും ലഭിച്ച വിരലടയാളത്തിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതക സംഘത്തിൽ 6 പേരുണ്ടെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പോലീസ്. ന്യൂസ് 18 ഇടുക്കി. അപകടാവസ്ഥയിലുള്ള പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിട സമുച്ചയം അടച്ചുപൂട്ടണമെന്ന് അഗ്നിശമന സേനയുടെ റിപ്പോർട്ട്. സ്റ്റാൻഡിന് ബദൽ സംവിധാനം നഗരത്തിൽ ഒരുക്കണമെന്നും അഗ്നിശമന സേന ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നഗരത്തിലെ മറ്റു കെട്ടിടങ്ങളിലും പരിശോധന നടത്തി. 70 വർഷത്തിലേറെ പഴക്കമുള്ള മുനിസിപ്പൽ സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഒരു ലോഡ്ജ് ഉൾപ്പെടെ 36 സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസ് ഉൾപ്പെടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കെട്ടിട സമുച്ചയം തൽക്കാലം പൊളിച്ചു മാറ്റേണ്ടെങ്കിലും ഈ അവസ്ഥയിൽ തുറന്നു കൊടുക്കേണ്ടെന്ന നിലപാടിലാണ് അഗ്നിശമന സേന. ഈ ബിൽഡിംഗിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു ഭാഗം അടന്നു വീഴുകയോ പൊളിഞ്ഞു വീഴുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് താമസിക്കുന്നവരും അതുപോലെ ഇത് നടന്നു വന്ന പബ്ലിക്കിനും അപകടമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ബിൽഡിംഗ് സേഫ് അല്ല. ബിൽഡിംഗ് പൊട്ടി വീഴാൻ പല ഭാഗങ്ങൾ ചിലപ്പോൾ അടന്നു വീഴാം. ബിൽഡിംഗ് ഒരു പാർട്ട് വേണമെങ്കിൽ അടന്നു വീഴാം. നഗരത്തിൽ ബലക്ഷയമുള്ള കെട്ടിടങ്ങൾക്കെതിരെ നടപടി തുടരും. കഴിഞ്ഞ ദിവസം തകർന്നു വീണ കെട്ടിട സമുച്ചയത്തിലെ അവശേഷിക്കുന്ന കടകളിൽ അകത്തേത്തറ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പരിശോധിക്കും. വ്യാഴാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നഗരസഭ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. കോഴിക്കോട് ജില്ലയിലെ 60ഓളം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക്. 10 വർഷത്തോളമായി തുടർന്നുവരുന്ന പദ്ധതി വ്യാപിപ്പിക്കാനാണ് ബാങ്കിന്റെ തീരുമാനം. മുക്കം, താമരശ്ശേരി, കുന്നമംഗലം, ഫറോക്ക് ഉപജില്ലകളിലെ 60ഓളം സ്കൂളുകളിലാണ് പദ്ധതി. 15,000ഓളം വിദ്യാർത്ഥികൾക്കാണ് പ്രഭാത ഭക്ഷണം നൽകുന്നത്. ഇതിനായി ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് മാറ്റിവെച്ചത്. 200-ലധികം വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂളിന് ശരാശരി 50,000 രൂപയെങ്കിലും ഒരു വർഷം ചിലവാക്കും. 10 വർഷമായി തുടർന്നുവരുന്ന പദ്ധതി ഇപ്പോൾ കൂടുതൽ വിപുലമാക്കുകയാണ് ബാങ്ക് അധികൃതർ. 65ഓളം സ്കൂൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫണ്ട് ബാങ്കിന്റെ പ്രോഫിറ്റ് എന്നാണ്. ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ ലാഭത്തിൻ്റെ 5% കോമൺ ഗുഡ് ഫണ്ട്, പൊതുനന്മ ഫണ്ടായിട്ട് ചെലവഴിക്കാം. അതിരാവിലെ മദ്രസയിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കും ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തുന്ന കുട്ടികൾക്കുമാണ് ഈ പദ്ധതിയുടെ പ്രയോജനം. രാവിലെ നടന്നു വരുന്ന പാവപ്പെട്ട കുട്ടികളുണ്ട്. ചില മുസ്ലിം പ്രദേശങ്ങളിലൊക്കെ മദ്രസയിൽ പോയി വരുന്ന കുട്ടികളുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് വെള്ളം കഴിച്ചിട്ട് അവർ സ്കൂളിലെത്തുമ്പോൾ തന്നെ ക്ഷീണിക്കും. പക്ഷെ ഉച്ചവരെ കഴിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പഴയ നമ്മുടെ പെരുമയുടെ ഭക്ഷണമായ ഈ കഞ്ഞി, നമ്മൾ റൈസ് സൂപ്പ് എന്ന് പറയും, കഞ്ഞി കൊടുത്ത് തുടങ്ങിയത്. ഈ അധ്യയന വർഷത്തിൽ കൂടുതൽ സ്കൂളുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിച്ചു തുടങ്ങി. പന്നിക്കോട് AUP സ്കൂളിൽ പ്രഭാത ഭക്ഷണം പദ്ധതിയുടെ ഉദ്ഘാടനം ബാങ്ക് ചെയർമാൻ NK അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ന്യൂസ് 18 മുക്കം. മാതിരപ്പള്ളിയിൽ ജലസേചനത്തിന് ഉപയോഗിക്കുന്ന കിണറ്റിൽ വീണ കുറുക്കനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി. കോതമംഗലം റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വൈൽഡ് ആനിമൽ റെസ്ക്യൂ ടീമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മാതിരപ്പള്ളി ജവഹർ നഗർ റെസിഡന്റ് അസോസിയേഷൻ പരിധിയിലെ ജലസേചനത്തിന് ഉപയോഗിക്കുന്ന കിണറ്റിലാണ് കുറുക്കൻ വീണത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് റേഞ്ച് ഓഫീസർ VV ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയത്. ഏകദേശം 3 വയസ്സ് പ്രായമുള്ള പെൺകുറുക്കനാണ് കിണറ്റിൽ കുടുങ്ങിയത്. മൂവാറ്റുപുഴയിൽ നിന്ന് നാട്ടുകാർ പിടികൂടിയ മലമ്പാമ്പിനെയും സംഘം ഏറ്റുവാങ്ങി. കാട്ടിൽ നിന്ന് നാട്ടിൽ എത്തപ്പെടുന്ന പെരുമ്പാമ്പ്, മുറുക്കൻ, രാജവെമ്പാല, മരപ്പെട്ടി അതേപോലുള്ള പല ജീവികളെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയും നാട്ടുകാരുടെ ആശങ്കകൾ അകറ്റുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ടീം രൂപവൽക്കരിച്ചിരിക്കുന്നത്. പരമാവധി കിട്ടുന്ന സമയത്ത് ആളുകൾ വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇരുജീവികളെയും തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെ റെസ്ക്യൂ സെന്ററിലേക്ക് മാറ്റി. ന്യൂസ് 18 കോതമംഗലം. അസൌകര്യങ്ങളുടെ നടുവിൽ കഴിയുകയാണ് വയനാട് കൽപ്പറ്റയിലെ പുളിയാർമല മലരടിമൺ കോളനിയിലെ ആദിവാസി കുടുംബങ്ങൾ. പണിയ വിഭാഗത്തിലെ 15 കുടുംബങ്ങളാണ് പട്ടികവർഗ വകുപ്പിന്റെ അവഗണനയ്ക്കിരയായി കോളനിയിൽ കഴിയുന്നത്. 15 കുടുംബങ്ങൾക്കായി 20 സെന്റ് സ്ഥലത്ത് 8 വീടുകൾ മാത്രം. ബാക്കിയുള്ളവർ കഴിയുന്നത് വീടിനോട് ചേർന്ന് നിർമ്മിച്ച ഷെഡുകളിൽ. പല വീടുകൾക്കും വാതിലും ജനലുമില്ല.
ചോർന്നൊലിക്കുന്ന മേൽക്കൂരകൾ. സമ്പൂർണ്ണ വെളിയിട മുക്തമാണെന്ന് അധികൃതർ പ്രഖ്യാപിച്ചെങ്കിലും കോളനിവാസികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ തൊട്ടടുത്തുള്ള തോട്ടങ്ങളും തോടുമാണ് ആശ്രയം. ശൗചാലയ നിർമ്മാണം പാതി വഴിയിൽ അവസാനിപ്പിച്ച കരാറുകാരൻ കബളിപ്പിച്ചെന്നാണ് കോളനിവാസികളുടെ സാക്ഷ്യം. കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാൽ മൃതദേഹം വീട് പൊളിച്ചോ മുറ്റത്തോ വേണം മറവ് ചെയ്യാൻ. മഴയായാലും ഇതൊക്കെയാണ് സ്ഥിതി. വെള്ളത്തിൻ്റെ ഒരു കാരണമാണ് ഇവിടെ അധികം ഉള്ളത്. പിന്നെ വീടുകളൊക്കെ വളരെ മോശമാണ്. വീടിൻ്റെ ഉള്ളിൽ കയറി നോക്കിയാൽ വീടിൻ്റെ സ്ഥിതിയൊക്കെ അറിയാം. കുറച്ച് മഴ പെയ്ത വെള്ളം ചോർന്ന് വീഴുന്നതിലത്തേക്ക് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഞങ്ങൾ കുറേ കൊടുത്തിട്ടുണ്ട്, വീടിനും സ്ഥലത്തിനൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്നാലും അതൊന്നും ശരിയാവുന്നില്ല. കുടിവെള്ളത്തിന് പൊതുകിണറുണ്ടെങ്കിലും അത് ഉപയോഗശൂന്യമാണ്. വല്ലപ്പോഴും മാത്രം പൈപ്പ് വഴി വെള്ളമെത്തും. പൈപ്പ് വെള്ളം വരാതായാൽ ദാഹജലത്തിന് അലയേണ്ടി വരും. അധികാരവും സ്വാധീനവുമുള്ളവരെ കാണാൻ കിട്ടണമെങ്കിൽ തെരഞ്ഞെടുപ്പ് വരണം. വാഗ്ദാനങ്ങൾ കോരിച്ചൊരിഞ്ഞിട്ട് പോകുന്നവരെ കാണാൻ ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് കാലമാവണം. അതുവരെ വറുതിയും കഷ്ടപ്പാടും മാത്രം. ന്യൂസ് 18 വയനാട്. മരണക്കെണിയൊരുക്കി എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത. മുക്കം മുതൽ അരീക്കോട് വരെയുള്ള 20ഓളം കിലോമീറ്റർ ഭാഗത്തുള്ള വൻ കുഴികളിൽ അപകടം പതിവായിരിക്കുകയാണ്. 20 കിലോമീറ്റർ ദൂരത്ത് സംസ്ഥാന പാതയിൽ വലിയ കുണ്ടും കുഴികളുമാണ് രൂപപ്പെട്ടത്. ഇതിനെ തുടർന്ന് ഈ മേഖലയിൽ അപകടങ്ങൾ പതിവായി. കഴിഞ്ഞ ദിവസം എരിഞ്ഞിമാവിൽ കുഴിയിൽപ്പെട്ട് പിക്കപ്പ് വാൻ മറിഞ്ഞെങ്കിലും ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്ന് പഴവർഗ്ഗങ്ങൾ കയറ്റി വന്ന പിക്കപ്പ് വാനാണ് മറിഞ്ഞത്. ഇടതുവശത്തേക്ക് മറിഞ്ഞതിനാലാണ് ഡ്രൈവർ രക്ഷപ്പെട്ടത്. മഴവെള്ളം നിറഞ്ഞ വലിയ കുഴികളിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമായി. ഈ റോഡ് ഇവിടെ മുതൽ അരീക്കോട് വരെ മുഴുവനായിട്ട് കുഴികളാണ്. ഡെയിലി ഇവിടെ നമ്മളെ മുമ്പിൽ നിന്ന് ബൈക്കുകാരൊക്കെ ഈ കട്ടർ ചാടിയിട്ട് പൊന്തി മറിഞ്ഞു വീണ് ഒരു ആഴ്ചയിൽ ഒരു 4-5 ആൾക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുണ്ടാവും. മലയോരത്തുള്ള നിരവധി ക്വാറികളിൽ നിന്നും ക്രഷറുകളിൽ നിന്നും അമിത ഭാരം കയറ്റി സർവീസ് നടത്തുന്ന ടിപ്പർ ലോറികളാണ് റോഡ് തകരാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വേണ്ടത്ര ഉത്സാഹം കാട്ടി ഈ റോഡ് നന്നാക്കാനുള്ള പ്രവൃത്തി എടുക്കുന്നില്ല. റോഡ് വളരെ മോശമാണ്. ഈ ജംഗ്ഷനിലെ ഭാഗത്ത് ഏത് സമയത്തും അപകടം ഉണ്ടാവും. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകി. നടപടിയില്ലെങ്കിൽ പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് 18 മുക്കം. എളേറ്റിൽ വട്ടോളിയിൽ പോളി ഫാമിലേക്ക് വെള്ളമെത്തിക്കാൻ സ്ഥാപിച്ച പൈപ്പുകൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. BC പരീദ് എന്ന കർഷകൻ പുതുതായി സ്ഥാപിക്കുന്ന പമ്പ് ഹൌസിൽ നിന്ന് 300 മീറ്ററോളം ദൂരത്തിൽ സ്ഥാപിച്ച പൈപ്പുകളാണ് മുറിച്ചെടുത്ത് നശിപ്പിച്ചത്. കൊടുവള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സമീപത്തെ അംഗൻവാടിയിലേക്ക് സൌജന്യമായി വെള്ളം നൽകാനായി സ്ഥാപിച്ച പൈപ്പും അക്രമികൾ നശിപ്പിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ ഓപ്പറേറ്റിംഗ് മാനുവൽ ഉടൻ സമർപ്പിക്കണമെന്ന് തമിഴ്നാടിന് മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയുടെ നിർദ്ദേശം. മഴ കനത്ത് ജലനിരപ്പ് ഉയർന്നാലും അണക്കെട്ട് സുരക്ഷിതമെന്ന് ഡാം സന്ദർശിച്ച ശേഷം സമിതി ചെയർമാൻ പറഞ്ഞു. ഇടുക്കി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞു. നിലവിലെ ജലനിരപ്പ് 2396.34 അടിയാണ്. കേരളം ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും അണക്കെട്ടിന്റെ ഷട്ടർ ഓപ്പറേറ്റിംഗ് മാനുവൽ തമിഴ്നാട് കൈമാറാത്ത സാഹചര്യത്തിലാണ് മേൽനോട്ട സമിതി യോഗത്തിൽ കേരളം വീണ്ടും വിമർശനമുന്നയിച്ചത്. മാനുവൽ ഉടൻ സമിതിയിൽ സമർപ്പിക്കണമെന്ന് ചെയർമാൻ ഗുൽഷൻ രാജ് തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടു. ഈ മാസം തന്നെ സമർപ്പിക്കാമെന്ന് തമിഴ്നാടും സമ്മതിച്ചു. മഴ കനത്ത് ജലനിരപ്പ് 142 അടി എത്തിയാലും അണക്കെട്ട് സുരക്ഷിതമാണെന്ന് യോഗം വിലയിരുത്തി. ആശങ്കയ്ക്ക് വകയില്ല. നേരത്തെ ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥരോടൊപ്പം ചെയർമാനും സമിതി അംഗങ്ങളും അണക്കെട്ട് സന്ദർശിച്ചു. ജലനിരപ്പ് 136 അടിയുടെ സമീപത്തെത്തിയ സാഹചര്യത്തിലാണ് അടിയന്തരമായി മേൽനോട്ട സമിതി അണക്കെട്ട് സന്ദർശിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ നവംബറിലാണ് സമിതി അവസാനമായി അണക്കെട്ട് സന്ദർശിച്ചത്. ജലനിരപ്പ് 142 അടിയായി ഉയർത്താനുള്ള നീക്കങ്ങൾ തമിഴ്നാട് നടത്തിവരികയാണ്. അതേസമയം ഇടുക്കി ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നുള്ള നീരൊഴുക്ക് കുറഞ്ഞു തുടങ്ങിയതോടെ മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ താഴ്ത്തി തുടങ്ങി. കഴിഞ്ഞ ദിവസം 9 സെന്റിമീറ്റർ വരെ ഉയർത്തിയ ഷട്ടറുകൾ ഇന്നലെ വൈകിട്ട് മുതൽ 3 സെന്റിമീറ്ററാക്കി. അതേസമയം ഇവിടെ നിന്നുള്ള വൈദ്യുതോൽപാദനം 2 ദിവസം കൂടി തുടരും. മലമ്പുഴയിലെ ജലനിരപ്പ് 114.97 മീറ്റർ ആയി കുറഞ്ഞതോടെയാണ് ഷട്ടറുകൾ താഴ്ത്തി തുടങ്ങിയത്. ഓഗസ്റ്റ് 1 മലമ്പുഴയിലെ 4 ഷട്ടറുകളും തുറന്നത്. എന്നാൽ വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നും ഡാമിലേക്ക് നീരൊഴുക്ക് കൂടിയതോടെ കഴിഞ്ഞ ദിവസം 9 സെന്റിമീറ്റർ വരെ ഷട്ടർ ഉയർത്തി. ഇതോടെ ജലനിരപ്പ് കുറഞ്ഞു തുടങ്ങി. ഇക്കാരണത്താലാണ്
ഷട്ടറുകൾ 3 സെന്റിമീറ്റർ മാത്രം ഉയർത്തി നിർത്തിയാൽ മതിയെന്ന് അധികൃതർ തീരുമാനിച്ചത്. എന്നാൽ ഡാമിൽ നിന്നുള്ള വൈദ്യുതോൽപാദനം തുടരും. KSEBയുടെ 2.5 മെഗാവാട്ട് പദ്ധതിയാണ് ഇവിടെയുള്ളത്. ഷട്ടറുകൾ പൂർണ്ണമായും അടയ്ക്കുന്നതുവരെ പദ്ധതിക്ക് വെള്ളം നൽകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. പവർ ജനറേഷൻ നടക്കുന്നത് നമ്മൾ രണ്ടാം വിളയ്ക്ക് ഇടത് കനാലിൽ കൂടെ വെള്ളം കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഇത്തവണ ഇന്നലെ കൊടുത്തിട്ട് ഇന്നലെ പവർ ജനറേഷൻ തുടങ്ങിയിട്ടുണ്ട്, രാത്രി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 100 ദിവസം പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ 56 ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കപ്പാസിറ്റി ഉണ്ട് ഇതിന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു വർഷം 2.5 കോടി രൂപ വരെ റവന്യൂ ഉണ്ടാവും. ആ രീതിക്ക് KSEBക്ക്. സാധാരണ കനാലുകളിലേക്ക് വെള്ളം തുറന്നു വിടുമ്പോൾ മാത്രമാണ് മലമ്പുഴയിൽ വൈദ്യുതോൽപാദനം നടന്നിരുന്നത്. കഴിഞ്ഞ വർഷം 57 ദിവസം വൈദ്യുതോൽപാദനം നടന്നു. ജലനിരപ്പ് സുരക്ഷിതമായ അളവിലേക്ക് താഴ്ന്നാൽ ഷട്ടറുകൾ പൂർണ്ണമായും അടയ്ക്കും. ന്യൂസ് 18 പാലക്കാട്. നാട്ടുവർത്തമാനത്തിലേക്ക് വീണ്ടും. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലെ റെയിൽവേ ഗുഡ് ഷെഡിൽ 100-ലധികം കയറ്റിറക്ക് തൊഴിലാളികൾ ദുരിതത്തിൽ. 3 വർഷം മുൻപ് ഗുഡ് ഷെഡിന്റെ പ്രവർത്തനം നിലച്ചതും ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് തിരിഞ്ഞു നോക്കാത്തതുമാണ് ഇവരുടെ കുടുംബങ്ങളെ പട്ടിണിയിലാക്കിയത്. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലെ റെയിൽവേ ഗുഡ് ഷെഡിൽ 100-ലധികം കയറ്റിറക്ക് തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് പുറത്തുനിന്ന് ആളുകളെ എത്തിച്ചതോടെ ഷെഡിന്റെ പ്രവർത്തനം ഇവരുടെ നിയന്ത്രണത്തിലായി. ഇത് ചോദ്യം ചെയ്ത് തൊഴിലാളികൾ കോടതിയെ സമീപിച്ചു. തിരിച്ചറിയൽ രേഖ ഉള്ളവർ മാത്രം ജോലി ചെയ്താൽ മതിയെന്നായിരുന്നു കോടതി ഉത്തരവ്. എന്നാൽ ഇടനിലക്കാരുടെ താൽപര്യമനുസരിച്ച് 2015 ഗുഡ് ഷെഡിന്റെ പ്രവർത്തനം നിർത്തലാക്കിയതോടെ തൊഴിലാളി കുടുംബങ്ങൾ ദുരിതത്തിലായി. ഈ ഗുഡ് ഷെഡ് നശിപ്പിക്കാൻ വേണ്ടി ഗൂഢശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഞാനടക്കം 101 തൊഴിലാളികളോട് ജോലി ചെയ്തുകൊണ്ടിരുന്ന. പക്ഷെ ഇപ്പോൾ ഓരോരുത്തർ ഇവിടെ വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ പണിയില്ലാത്ത ആരും വരുന്നില്ല. തീരെ നിവൃത്തിയില്ലാണ്ട് വന്നപ്പോഴത്തേക്ക് ആത്മഹത്യയിൽ വരെ എത്തി നിൽക്കണേ. ഇപ്പോൾ ഒരു നിവൃത്തിയില്ല, പണിയെടുത്ത് തിന്നാനും പറ്റണില്ല. ഇവിടെ കൂഷെട്ടിൽ വേഗം വന്നാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു കാലത്ത് ദിവസേന 42 വാഗണുകളിലായി 36,000 ചാക്ക് അരി എത്തിക്കൊണ്ടിരുന്ന ഗുഡ് ഷെഡിന്റെ പ്രവർത്തനമാണ് അധികൃതരുടെ കെടുകാര്യസ്ഥത മൂലം നിലച്ചത്. ന്യൂസ് 18 കൊച്ചി. ആൽമരത്തിന് കർക്കിടക ചികിത്സയിലൂടെ പുതുജീവൻ നൽകാനുള്ള ശ്രമം ഫലം കാണുന്നു. കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണ ക്ഷേത്രം വക ആൽമരമാണ് കായകൽപ്പ ചികിത്സയിലൂടെ വീണ്ടും തളിരിട്ട് തുടങ്ങിയത്. രോഗബാധ തടയാൻ പോഷക ഔഷധങ്ങൾ നൽകിയായിരുന്നു ആൽമരത്തിന് ചികിത്സ. ഇലവഴിയും കാലത്തിനു ശേഷം ആൽമരം തളിരിട്ടില്ലെന്ന വൃക്ഷസ്നേഹികളുടെ വിഷമം മാറുകയാണ്. കർക്കിടകത്തിലെ കായകൽപ്പ ചികിത്സയിലൂടെയാണ് ഉണങ്ങിത്തുടങ്ങിയ ആൽമരം വീണ്ടും തളിരിട്ടത്. ആൽമരത്തിന് പുനർജനി നൽകാനുള്ള ശ്രമങ്ങൾ 2 ആഴ്ച പിന്നിട്ടു. 10 ദിവസത്തെ ചികിത്സ ഇനിയും ബാക്കിയുണ്ട്. ചികിത്സയുടെ പാതിവഴി തന്നെ ഇലകൾ തളിരിടുമ്പോൾ ആൽമരത്തിന്റെ പുനർജീവന് വേണ്ടി പ്രവർത്തിച്ചവർക്കും നിറഞ്ഞ സന്തോഷം. അപ്പോൾ ഇതിന് ഇങ്ങനെ സംഭവിക്കുന്ന അനുഭവം വളരെയേറെ വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിനെ ഒരു ചികിത്സ ചെയ്ത് നമുക്ക് നേരെയാക്കാം എന്നൊരു ശ്രമം ചെയ്തത്. എന്തായാലും കഴിഞ്ഞ 2 ആഴ്ച നടക്കുന്ന ഈ ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് തളിർത്തു വന്നിട്ടുണ്ടല്ല, വളരെ സന്തോഷം. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ് അന്ത്യനാളുകളിലൂടെ കടന്നുപോയ ആശ്രാമത്തെ ഈ ആൽമരം. ഫംഗസ് ബാധയെ തുടർന്നാണ് ആൽമരത്തിന് മരണമണി മുഴങ്ങിയത്. ചികിത്സയുടെ ഭാഗമായി ആദ്യം ഫംഗസുകളെയും കീടങ്ങളെയും തുരത്തി. ആൽമരത്തിൽ വളർന്ന വേപ്പ് ഒഴികെയുള്ള എല്ലാ സസ്യങ്ങളെയും നീക്കം ചെയ്തു. പിന്നാലെ വേപ്പിൻ പിണ്ണാക്കുൾപ്പെടെയുള്ളവ ചേർത്ത് പോഷക ഔഷധ പ്രയോഗം. ചില്ലകൾ വീണ്ടും പുതിയ ഇലകളാൽ നിറയുമ്പോൾ ആലിന്റെ കിഴക്കേ ശിഖരത്തിന് കൂടി ജീവൻ തിരിച്ചു കിട്ടണമെന്നാണ് ചികിത്സ നടത്തുന്നവരുടെ ആഗ്രഹം. വിനീഷ് കൊട്ടാരക്കരയ്ക്കൊപ്പം ശ്യാം ദേവരാജ്, ന്യൂസ് 18 കൊല്ലം. കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലെ ഓപ്പൺ ജിമ്മിൽ വ്യായാമ മുറകൾ പരീക്ഷിച്ച് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. നിർമ്മാണം പൂർത്തിയാക്കിയ വ്യായാമ കേന്ദ്രം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. കണ്ണൂർ കലക്ടർ മിർ മുഹമ്മദ് അലി മുൻകൈയെടുത്താണ് പയ്യാമ്പലം ബീച്ചിൽ ഓപ്പൺ ജിം നിർമ്മിച്ചത്. ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കുറച്ചു നേരത്തേക്ക് ചെറുപ്പമായി. ഉപകരണങ്ങളിൽ മന്ത്രി വ്യായാമ രീതികൾ പരീക്ഷിച്ചു. വിദേശ രാജ്യങ്ങളുടെ മാതൃകയിലാണ് ജിം നിർമ്മിച്ചിരിക്കുന്നത്. ബീച്ചിന്റെ മുഖച്ഛായ മാറ്റുന്നതിന് കൂടുതൽ പദ്ധതികൾ DTPC നടപ്പിലാക്കുന്നുണ്ട്. ഡിസംബറോടുകൂടി പയ്യാമ്പലം മൊത്തത്തിൽ നമ്മുടെ എല്ലാ വർക്കുകളും കഴിഞ്ഞ് ഇതൊരു ഇപ്പോഴത്തെ പയ്യാമ്പലത്തിന് മുഖച്ഛായ മാറി ഒരു കംപ്ലീറ്റ്ലി മോഡേൺ അല്ലെങ്കിൽ എല്ലാം കൊണ്ട് ഒരു എല്ലാ സൗകര്യങ്ങളുള്ളൊരു പയ്യാമ്പലമായി മാറും, പയ്യാമ്പലം ബീച്ചാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. ജിം എല്ലാവർക്കും സൗജന്യമായി ഉപയോഗിക്കാം. ഒപ്പം കുട്ടികൾക്കായി സാഹസിക മതിലുമുണ്ട്.
ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓപ്പൺ ജിം വിഭാവനം ചെയ്തിട്ടുള്ളത്. ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനൂഭരത്, ന്യൂസ് 18 കണ്ണൂർ. കൊല്ലം ചവറയിൽ ഹരിത കേരള മിഷന്റെ പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ജില്ലാ കളക്ടർ പ്രദേശം സന്ദർശിച്ചു. പരാതി പരിഹരിച്ച് യൂണിറ്റ് തുടങ്ങാൻ അധികൃതർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. ചവറ പഞ്ചായത്തിലെ അംബേദ്കർ കോളനിയിലാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി ഷ്രെഡിംഗ് യൂണിറ്റ് സ്ഥാപിച്ചത്. സ്ഥലത്ത് കെട്ടിടം നിർമ്മിച്ച് മെഷീനുകളും സ്ഥാപിച്ചു. എന്നാൽ പ്രദേശത്ത് രോഗബാധയും അന്തരീക്ഷ മലിനീകരണവും ഉണ്ടാകുമെന്ന് കാട്ടി കോളനി നിവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രതിഷേധം ശക്തമായതോടെ ഷ്രെഡിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാകുന്നില്ല. ഇതോടെയാണ് കളക്ടർ സ്ഥലത്ത് സന്ദർശനം നടത്തിയത്. ചവറ ബ്ലോക്ക് പരിധിയിലെ 5 പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് പൊടിച്ച് വിവിധ ഏജൻസികൾക്ക് നൽകുന്നതിനായാണ് യൂണിറ്റ് സ്ഥാപിച്ചത്. നേരത്തെ ഇതിന്റെ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കി പ്രദേശവാസികൾക്ക് ബോധവൽക്കരണവും നൽകിയിരുന്നു. മലിനീകരണമോ രോഗസാധ്യതയോ ഇല്ലാത്ത വിധമാണ് ഇതിന്റെ പ്രവർത്തനമെന്ന് പഞ്ചായത്ത് അധികൃതർ വിശദീകരിക്കുമ്പോഴും നാട്ടുകാർ പരാതിയിൽ ഉറച്ചുനിന്നതോടെയാണ് പ്രശ്നപരിഹാരത്തിനായി കളക്ടർ എത്തിയത്. ശരിക്കും അടുത്ത ഒരു കിണറുണ്ടെന്ന് പറഞ്ഞു. ആ കിണർ ക്ലോസ് ചെയ്യാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ചുറ്റുമുള്ള വീടുകൾക്ക് പൈപ്പ് ലൈൻ കണക്ഷൻ കൊടുക്കാനായിട്ട് പഞ്ചായത്തിന് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ജോലി ചെയ്യുന്നവർ 4-5 ആட்கள் ആവശ്യമുണ്ടാകും. ഈ 4-5 ആட்களுം ചുറ്റിയുള്ള വീടുകളിൽ നിന്ന് മാത്രമേ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ ദാറ്റ് അവർ തന്നെ ജോലി ചെയ്യുമ്പോൾ അവരുടെ വ്യവസായമായി മാറും. യൂണിറ്റിന് സമീപം ഉള്ള കിണർ മൂടാനും കോളനി നിവാസികൾക്ക് കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താനും പഞ്ചായത്ത് അധികൃതർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. യൂണിറ്റിലേക്ക് ആവശ്യമായ തൊഴിലാളികളെ കോളനിയിൽ നിന്ന് നിയമിക്കും. പ്രദേശവാസികളുടെ സംശയവും ആശങ്കയും പരിഹരിച്ച ശേഷം എത്രയും വേഗം യൂണിറ്റ് പ്രവർത്തന സജ്ജമാകുമെന്ന് പഞ്ചായത്ത് അധികൃതരും അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ലളിത, വൈസ് പ്രസിഡന്റ് രാഹുൽ, സെക്രട്ടറി ശൈലജ, ഹരിതമിഷൻ ജില്ലാ കോർഡിനേറ്റർ ഐസക്, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് 18 ചവറ. കാർഷിക കേരളം. ഓണത്തിന് വിഷരഹിത പച്ചക്കറി കൃഷിയുമായി പത്തിയൂർ പുളിയറ SKV ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂൾ മാനേജ്മെന്റിന്റെയും PTA-യുടെയും സഹായത്തോടെ രൂപീകരിച്ച ഹരിത ക്ലബ്ബാണ് പച്ചക്കറി വിളയിക്കുന്നത്. മണ്ണൊരുക്കാം കൂട്ടരെ, മനസ്സൊരുക്കാം കൂട്ടരെ, മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ. സ്കൂളിൽ തരിച്ചായി കിടന്ന 20 സെന്റ് സ്ഥലത്ത് ഗ്രോബാഗിലും മണ്ണിലുമായി ഇഞ്ചി, മഞ്ഞൾ, മുളക്, പച്ചമുളക്, വെണ്ട, പയർ, തക്കാളി, വഴുതന, പാവയ്ക്ക, കോവൽ തുടങ്ങി വിവിധയിനം പച്ചക്കറികളാണ് കുട്ടികൾ കൃഷി ചെയ്യുന്നത്. സ്കൂൾ പഠനം നഷ്ടപ്പെടുത്താതെ വൈകുന്നേരങ്ങളിലും ഇടവേളകളിലുമാണ് കാർഷിക പ്രവർത്തനങ്ങൾ. ഇതിൽ നിന്ന് ഞങ്ങൾ മറ്റുള്ള കുട്ടികൾക്കും കൂടി ഒരു സന്ദേശം നൽകുവാനാണ് ആഗ്രഹിക്കുന്നത്. ക്ലാസ് ടൈമുകൾ നഷ്ടപ്പെടുത്താതെ ബാക്കിയുള്ള സമയത്താണ് ഞങ്ങൾ കൃഷി ചെയ്യാറുള്ളത്. പച്ചക്കറി കൃഷി അഡ്വക്കേറ്റ് U പ്രതിഭ MLA തൈനട്ട് ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന് ഒരു ഏത്തക്കുല എന്ന പദ്ധതിയുടെ ഭാഗമായി 150ഓളം വാഴകളാണ് 50 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യുന്നത്. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 40ഓളം വിദ്യാർത്ഥികളാണ് ഹരിത ക്ലബിലെ അംഗങ്ങൾ. ഒത്തുചേരാം കൂട്ടരെ, മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ. ന്യൂസ് 18 കായംകുളം.